ഏവർക്കും ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ബാങ്ക് എക്സാമിന്റെ ക്ലാസ്സുകളാണ്. ഇന്ന് QA അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെയാണ് പഠിച്ചത്. 3 ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, QA അതായത് ബാങ്ക് എക്സാമിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന്. അതായത് ബേസിക് കാൽക്കുലേഷന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഫസ്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബേസിക് കാര്യങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, എങ്ങനെ അഡീഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, മുതലായ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് 2 ഡിജിറ്റ് നമ്പർ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ കുറച്ച് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനിട്ടിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്നുള്ളത്. അതിന്റെ കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു എക്സാം, അതായത് ഒരു ബാങ്ക് എക്സാം, ഒരു എക്സാം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഒരു എക്സാമിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ചോദ്യം ചെയ്യാൻ ഏകദേശം 35 സെക്കൻഡ്സ് ആണ് കിട്ടുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ഒരു വലിയ ക്യൂബ് റൂട്ട് ഇതൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ട് അല്ലെ എത്ര ട്രിക്കി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഒരു 4 ഡിജിറ്റ് നമ്പർ എങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുതലായ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. 2 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 2 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുന്നത് ഫെമിലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ബേസിക്കിന്റെ ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോൾ, അതായത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇനി സബ്സ്ട്രാക്ഷൻ ഉണ്ട്, സ്ക്വയർ, ക്യൂബ്, 4 ഡിജിറ്റ് നമ്പർ മുതലായ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ തരുന്നതായിരിക്കും. പ്രാക്ടീസ് സെക്ഷൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ഡിജിറ്റിന്റെ 3 ഡിജിറ്റ് നിങ്ങൾ തന്നെ രണ്ട് നമ്പറുകൾ നിങ്ങൾ തന്നെ 21, 22 എന്ന് പറഞ്ഞ രണ്ട് നമ്പർ ഇട്ട് നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഉത്തരം എഴുതുന്ന രീതിയിൽ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല 3 ഡിജിറ്റ് നമ്പർ 3, 2, 1, 4, 5, 6 ഇങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് 3 ഡിജിറ്റ് നമ്പറുകൾ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ആണെങ്കിലും കാൽക്കുലേറ്റിംഗ് സ്പീഡ് ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് ചൊവ്വ ബുധൻ ഈ ക്ലാസ് ആയപ്പോഴത്തേക്ക് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഡിജിറ്റും 3 ഡിജിറ്റും ഒരു 60% അല്ലെ 50% നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈസി ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്യൂബ് റൂട്ടുകൾ കണ്ടുപിടിക്കാം, വളരെ ഈസി ആയിട്ട് 4 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് വാസ്റ്റ് സിലബസ് ഒന്നും നമ്മളിപ്പോൾ കവർ ചെയ്തില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായത് കാരണം കോളേജുകളിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്, ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒരിക്കലും ഒരു എക്സാമിന് സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ ക്യൂബ് റൂട്ടോ ഒന്നും കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം, അതായത് നമുക്ക് കിട്ടുന്ന ടൈം ഒരു ക്വസ്റ്റ്യൻ പ്രിലിമിനറിക്ക് സോൾവ് ചെയ്യാൻ 35 സെക്കൻഡ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡിലൂടെ നമുക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു അനദർ മെത്തേഡ്, പുതിയൊരു രീതി തന്നെ നമ്മൾ പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സ്ക്വയറിന്റെയും ക്യൂബിന്റെയും ഒക്കെ വളരെ ട്രിക്കി ആയിട്ടുള്ള മെത്തേഡാണ്. അതിനു മുമ്പേ ഒരു ബാങ്ക് എക്സാം എഴുതുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട അല്ലെ പഠിച്ചിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ക്വയേഴ്സ്. കുറച്ച് സ്ക്വയേഴ്സ് മിനിമം ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും പഠിച്ചിരിക്കണം. സ്ക്വയറിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും കുറച്ച് സ്ക്വയേഴ്സ് പഠിച്ചിരിക്കണം ബേസിക് ആയിട്ട്. അതായത് ഇതിപ്പം ബാങ്കിന് മാത്രമല്ല, PSC എഴുതുന്നവരാണെങ്കിലും SSC എഴുതുന്നവരാണെങ്കിലും റെയിൽവേയുടെ എക്സാം എഴുതുന്നവരാണെങ്കിലും
ജെഇ എഞ്ചിനീയറിംഗ് എക്സാമുകൾ എഴുതുന്നവരാണെങ്കിലും മിനിമം ബേസിക് ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കുറച്ച് സ്ക്വയർ റൂട്ടുകളുണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ഇന്ന് പഠിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനൊന്നും പാടുന്നില്ല. പക്ഷേ ബേസിക് ആയിട്ട് 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ റൂട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. മിനിമം റിക്വയർമെന്റ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലും 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ റൂട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ റൂട്ടുകൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ യൂസ് എവിടെയാണ് എന്ന് ചോദിച്ചാല്, ഇപ്പൊ എക്സാമിന് നമ്പർ സീരീസ് ചോദ്യം ചോദിച്ചാല്, അല്ലെങ്കിൽ സീരീസ് അല്ലെ മിസ്സിംഗ് നമ്പർ ചോദിച്ചാല്, അല്ലെങ്കിൽ ഒരു ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചാല്, അതിപ്പോ ഏത് എക്സാമിനാണെങ്കിലും, SSC ആണെങ്കിലും റെയിൽവേക്ക് ആണെങ്കിലും ബാങ്ക് എക്സാമിനാണെങ്കിലും ഈവൻ PSC വരെ ഇത്രയിലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകളുടെ അല്ലെ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാൻസ് പോലെ ഒന്ന് നോക്കാം. 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ. ഓക്കെ, 1ന്റെ സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം 1 തന്നെയാണ്. അതായത് 1 into 1 എന്നാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. 1 into 1, അതായത് 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. കോളേജൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് 1ന്റെ സ്ക്വയർ എത്രയാണൊക്കെ അറിയാം. എങ്കിലും എന്നാലും ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അറിയാൻ മേലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടായാലും ഓർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, 2ന്റെ സ്ക്വയർ അതായത് 2 into 2 എന്നാണ്, 4 ആണ്. 3ന്റെ സ്ക്വയർ 3 into 3 എന്നാണ്, 9 ആണ്. 4ന്റെ സ്ക്വയർ 16. 5ന്റെ സ്ക്വയർ എന്റെ ഒപ്പം തന്നെ എഴുതി പോരുക. 5ന്റെ സ്ക്വയർ 25. 6ന്റെ സ്ക്വയർ 36. 7ന്റെ സ്ക്വയർ 49 അല്ലെ, 49 അല്ലേ? ഇനി 8ന്റെ സ്ക്വയർ 64. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഓക്കെ, 8ന്റെ സ്ക്വയർ വരെയായി. ഇനി ഏതാണ്? 9ന്റെ സ്ക്വയർ നോക്കാം. 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. 10ന്റെ സ്ക്വയർ അതായത് 10 into 10 എന്ന് പറയുന്നത് 100 ആണ്. 11ന്റെ സ്ക്വയർ 121 ആണ്. ഞാൻ നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ ഒപ്പം എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്റെ നോക്കി എഴുതിയെടുക്കാനല്ല ഞാനിത് ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ചെയ്തെഴുതാനാണ്. ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, അല്ലെ ബൈഹാർട്ട് ചെയ്യാനായിട്ട് ഇത് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 11ന്റെ സ്ക്വയർ എന്ന് ഞാൻ പറയുമ്പോൾ 11ന്റെ സ്ക്വയർ കാണാൻ അറിയാവുന്നവർ 11ന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൊള്ളുക. അല്ലാത്തവര് ആ സ്ക്വയർ നമ്മൾ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 2 ഡിജിറ്റ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡിലൂടെ സ്ക്വയർ കാണാം. ഇപ്പം 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ 144 ആണ്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ 12ന്റെ സ്ക്വയർ അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് 12 into 12 എന്ന് പറഞ്ഞ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഈ 2 ഉം 2 ഉം, അത് കഴിഞ്ഞിട്ട് ഈ 2 ഉം 1 ഉം, ഈ 2 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുക, പിന്നെ ഈ 1 ഉം 1 ഉം. ഇപ്പൊ 2 into 2 4, ഈ 2 ഉം ഈ 1 ഉം 2, ഈ 2 ഉം ഈ 1 ഉം ഈ 2 ഉം 4 കൂട്ടുമ്പോ 4, 1 ഉം 1 ഉം 4, 144. ഇങ്ങനെ എഴുതുക. എന്റെ നോക്കി എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ചെയ്ത് എഴുതുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് എഴുതുക. ഇപ്പൊ അടുത്ത ഫിഗർ ഏതാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അറിയാമെങ്കിൽ ചെയ്യേണ്ട നേരിട്ട് തന്നെ എഴുതിക്കോളൂ. അടുത്തത് 13ന്റെ സ്ക്വയർ എത്ര? 13ന്റെ സ്ക്വയർ 169 അല്ലെ? 13ന്റെ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ അറിയത്തില്ല എങ്കിൽ 13ന്റെ സ്ക്വയർ കാണാൻ അറിയത്തില്ല എങ്കിൽ 13 into 13 എടുക്കുക. ഫസ്റ്റ് ഇതും കൂടി ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആദ്യം ഇതും കൂടി ചെയ്യുക.
അതായത് 3യും 3യും കൂടി ചെയ്യുക 9. അത് കഴിഞ്ഞിട്ട് ഈ 3യും ഈ 3യും കൂടി മൾട്ടിപ്ലൈ 3യും ഈ 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 1ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം 3 + 3 6. ലാസ്റ്റ് സ്റ്റെപ്പ് ഈ 1ഉം 1ഉം ചെയ്യുക 1 169. 13ന്റെ സ്ക്വയർ ഇങ്ങനെ ചെയ്യുക. എന്റെ നോക്കി അതുപോലെ തന്നെ എഴുതരുത്. ജസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് നോക്കുക ശരിയാണോ ഞങ്ങൾ ചെയ്തത് എന്ന് മാത്രം നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ഡിജിറ്റ് കുറച്ചും കൂടി ഫെമിലിയർ ആവുകയും ചെയ്യും, സ്ക്വയർ പഠിക്കുകയും ചെയ്യും. 14ന്റെ സ്ക്വയർ എത്രയാണ്? 196. 15ന്റെ സ്ക്വയർ 225. എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളുക. ഓക്കെ, നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 16ന്റെ സ്ക്വയർ 256 ആണ്. 17ന്റെ സ്ക്വയർ 289 ആണ്. ഓക്കെ, 17ന്റെ സ്ക്വയർ വരെ. ഇനി 18ന്റെ സ്ക്വയർ എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അവസരം തരുന്നു. 18ന്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് കിട്ടുന്നത്? 324 ആണ് 18ന്റെ സ്ക്വയർ അല്ലേ? ചെയ്തു നോക്ക്. 19ന്റെ സ്ക്വയർ 361. 20ന്റെ സ്ക്വയർ അത് എല്ലാവർക്കും അറിയായിരിക്കും 400. അതായത് 2ന്റെ സ്ക്വയർ എടുത്തു, 0ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 400. ഓക്കെ, 21ന്റെ സ്ക്വയർ എത്രയാണ്? 441 അല്ലെ? ഇനി 22ന്റെ സ്ക്വയർ 484. 23ന്റെ സ്ക്വയർ 529. ഇനി 23ന്റെ സ്ക്വയർ 529. 24ന്റെ സ്ക്വയർ 576. ചെയ്ത് നോക്കിക്കൊള്ളുക. 25ന്റെ സ്ക്വയർ 625 അല്ലേ? ഇനി അടുത്ത ഫിഗർ ഏതാ? 26ന്റെ സ്ക്വയർ എത്ര? 26 × 26. 2 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എത്ര കിട്ടും? 676. ഇനി 27ന്റെ സ്ക്വയർ 729 ആണ്. ഓക്കെ, ഇനി 28ന്റെ സ്ക്വയർ ചെയ്ത് നോക്കുക. 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കുക. 784 ആണ്. 29ന്റെ സ്ക്വയർ 841. 30ന്റെ സ്ക്വയർ 900. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കുക. 35ന്റെ സ്ക്വയർ വരെ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. മിനിമം 30 എങ്കിലും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ 100, 11ന്റെ 121, 12ന്റെ 144, 13ന്റെ 169, 14ന്റെ 196, 15ന്റെ 225, 16ന്റെ 256, 17ന്റെ 289, 13ന്റെ 328, 19ന്റെ 361, 20ന്റെ 400, 21ന്റെ 441, 22ന്റെ 484, 23ന്റെ 529, 24ന്റെ 576, 25ന്റെ 625, 25ന്റെ 625, 26ന്റെ 676, 27ന്റെ 729, 18ന്റെ 784,
29 841, 30 900. ഇത്രയും സ്ക്വയറുകൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇതൊരു മിനിമം റിക്വയർമെന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒന്നും എന്താ ഒഴിവാക്കാനൊന്നുമില്ല. ഇത് ഏത് വിദ്യാർത്ഥിയാണെങ്കിലും ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, വലിയ ഫിഗേഴ്സ് വന്നിട്ട് ഇത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ 30 വരെയുള്ളത് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അത് ഇത്ര എഴുതിയെടുത്തിരിക്കണം. അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ബാങ്ക് എക്സാമുകൾക്ക് ഈ 30 വരെയുള്ള സ്ക്വയറിൽ നിന്ന് ഒരു 2 ചോദ്യം, പ്രിലിമിനറിക്ക് 2 ചോദ്യമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സീരീസ് ചോദിക്കാം, ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഓഡ് വൺ കണ്ടെത്തണമെങ്കിലും അല്ലെ നമ്പർ സീരീസിന്റെ ബാക്കി ഫില്ല് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം ഏതാണ് നമ്പർ എന്ന്. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്ര എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്ക്വയേഴ്സിന്റെ 30 വരെയുള്ള ഫിഗറുകൾ ബൈ ഹാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 30 വരെയുള്ളത് ബൈ ഹാർട്ട് ചെയ്യണം. ഇനി സ്ക്വയറുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത്രയും വരെയുള്ള എല്ലാ ഫിഗേഴ്സിന്റെയും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 63യുടെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് എല്ലാവർക്കും വെക്കാൻ പറ്റുമോ? 1 മുതൽ 500 വരെ അല്ലെങ്കിൽ 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെയൊക്കെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മിനിമം 1 മുതൽ 30 വരെ ബൈ ഹാർട്ട് ചെയ്യണം. ബാക്കി ചെയ്യാനുള്ളത് ഞാനിപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യും. എങ്ങനെ ഈസി ആയിട്ട് സ്ക്വയറുകൾ കണ്ടെത്താമെന്ന്. പണ്ട് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇല്ലേ? 36ന്റെ സ്ക്വയർ ആണെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് 2 നമ്പർ വെച്ചൊക്കെ എടുത്ത് ചെയ്യുന്നൊരു മെത്തേഡ്. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഈ ഒരു മെത്തേഡ് അല്ലെ? ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സാമിന് ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഓരോ നമ്പർ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്, ഈ സൈഡിലത്തെ നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാം, കോളേജുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷെ ആ ഒരു മെത്തേഡിൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാൻ, എക്സാം പോയിന്റിന് സ്ക്വയർ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം ആ കൂടി 35 സെക്കൻഡേ ഉള്ളൂ. അതിനിടയ്ക്ക് ആ ഒരു മെത്തേഡ് അതിന്റെ ഫാക്ടറൈസ് ചെയ്യുകയും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 35 സെക്കൻഡ് പോരായിരിക്കും, മിനിമം 30 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. വലിയ നമ്പറുകളൊക്കെ ആണെങ്കിൽ, ഒരു 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മിനിറ്റേലും വേണ്ടി വരും. അതുകൊണ്ട് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. സോ നമ്മൾ പുതിയൊരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്യും. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ പഠിച്ചിരിക്കണം. അതിനകത്ത് ഒന്നും അഡാപ്റ്റ് ചെയ്യാനൊന്നുമില്ല. അത് ബൈ ഹാർട്ട് ചെയ്യുക തന്നെ ചെയ്യുക. ഓക്കെ, നമുക്കൊരു നമ്പർ എഴുതാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1296, 1296. ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്നാണ് അറിയാവോ? ഇതാണ് സ്ക്വയർ റൂട്ടിന്റെ സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. കോളേജ് വരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ടിന്റെ സിമ്പിൾ ഒക്കെ അറിയാമെന്നറിയാം. എനിവേ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1296. ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? വിത്തിൻ സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർത്ത് വെച്ചിരിക്കണം. ആ ടേബിൾ ഇതാണ്. 1ന്റെ സ്ക്വയർ വന്നപ്പം, അല്ലെങ്കിൽ 1ന്റെ സ്ക്വയർ നമ്മൾ എടുത്തപ്പം അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 തന്നെയായിരുന്നു. അതായത് 1 ആയിരുന്നു അതിന്റെ സ്ക്വയർ അല്ലെ? 2ന്റെ സ്ക്വയർ നമ്മൾ എടുത്തപ്പം 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? അതായത് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അതായത് 3 × 3 9 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെ 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്.
അല്ലേ? സോ നമ്മളിവിടെ 16 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ് ഞാൻ പറഞ്ഞു. നമ്മളിവിടെ 4ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നത് 6 ആണ്. ഓക്കെ. 5ന്റെ സ്ക്വയർ വന്നപ്പോൾ 5ന്റെ സ്ക്വയർ എത്രയായിരുന്നു? 25. 25ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ആണ് ആ പ്ലേസിൽ വരുന്നത്. 6ന്റെ വരുമ്പോൾ എത്രയായിരുന്നു? 6ന്റെ വരുമ്പോൾ 36 ആണ്. അതിൽ 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 7ന്റെ വരുമ്പോൾ എത്രയായിരുന്നു? 49 ആയിരുന്നു. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 8ന്റെ വരുമ്പോൾ 64 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 9ന്റെ വരുമ്പോൾ 81 ആയിരുന്നു അല്ലേ? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 100 അല്ലെ? 0 വരുമ്പോൾ 0 തന്നെയാണ്. 100 വരുമ്പോൾ 0 തന്നെയാണ്. ഓക്കെ. ഇത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റും ഇത് നമ്പറുമാണ്. ഓക്കെ. ഈ ഒരു ടേബിള് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ടേബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ബൈഹാർട്ട് ചെയ്ത് എഴുതാവുന്നതൊക്കെ ഉള്ളൂ ഈ ടേബിള്. ബൈഹാർട്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ ഈ ടേബിള്. ഇനി ഞാനിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഈ ടേബിള് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ടേബിള് അതായത് 3 വന്നു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഞാനൊരു 2-3 ചോദ്യങ്ങൾ കാണിച്ചു തരാം. 1296. ഇതിനെ ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡിൽ നിന്ന് വലതുവശത്ത് നിന്ന് സ്ക്വയർ ആയത് കാരണം 2 ഡിജിറ്റ് മാറ്റി ഒരു വരയിടുക. ഇതാ ഒരു വരയിട്ടു അല്ലെ? ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്നിട്ട് 1296 2 സ്ഥാനം മാറ്റി, ഇതാ ഒരു സ്ഥാനം 2 സ്ഥാനം മാറ്റി വരയിട്ടു. എന്നിട്ട് ഈ 12 എന്ന് പറഞ്ഞ ഫിഗർ മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ 12ന് താഴെ വരുന്നത് സ്ക്വയർ ഏതിന്റെ ആണെന്ന് നോക്കുക. 1ന്റെ സ്ക്വയർ 1 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. നമ്മൾ 30 വരെയുള്ള സ്ക്വയറുകൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3ന്റെ വരുമ്പോൾ 9 ആണ്. 4ന്റെ ഇത് നോക്കുക. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9ഉം 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16ഉം ആണ്. ഈ 16 എന്ന് പറയുന്നത് 12നേക്കാൾ വലുതാണ്. 9 എന്ന് പറയുന്നത് 12നേക്കാൾ ചെറുതാണ്. അപ്പൊ ചെറിയ നമ്പറായ ഈ 3 വേണം ഇവിടെ എഴുതാൻ. അതായത് 12നേക്കാൾ താഴെയുള്ള സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ആ 9 എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സ്ക്വയർ ആണ് 9. ഓക്കെ. അതുകൊണ്ട് 3 നമ്മൾ എഴുതി. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ്, ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. രണ്ടാമത്തെ സെക്ഷന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഈ ലാസ്റ്റ് ഡിജിറ്റ് 6 വരുമ്പോൾ വരാനുള്ള സാധ്യതയുള്ള നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 4 ആണ്. അതായത് ഒന്നുകിൽ 34 അല്ലെങ്കിൽ 36. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും 1296ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. അതൊന്ന് റാൻഡം ആയിട്ട് 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 36ന്റെ ആയിരിക്കും. 36ന്റെ ആരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 6 2 1. യെസ്, 36ന്റെ ആണ് ഈ നമ്പർ വരിക എന്നുള്ളത്. ഓക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ മെത്തേഡ് കൂടി ഒന്ന് ട്രൈ ചെയ്താൽ മതി. 2 നമ്പറുകൾ വന്നിരിക്കുന്നത് കാരണം. അല്ലെങ്കിൽ ഇപ്പൊ 34ന്റെ ഒന്ന് ട്രൈ ചെയ്യുക. 34 നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പർ ചെയ്യാൻ അറിയാമോ? 34ന്റെ ട്രൈ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ 16 4 1 4 12 18 24 25 വന്നു. കണ്ടോ? ഇവിടെ 96 ആണ്, ഇവിടെ 95 ആണ്. അപ്പോഴേ ഇത് 34 അല്ല 36 ആണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. 36. അടുത്തൊരു നമ്പർ കൂടി ഞാൻ തരാം. ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഒരുപാടെണ്ണം കുറച്ചെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫോർമാറ്റ് മനസ്സിലാവും. തൂക്കിട്ട് എഴുതിയത്
Okay. 3844. Find the square root of 3844. ഞാൻ പറഞ്ഞതുപോലെ വലതുവശത്തു നിന്ന് സ്ക്വയർ ആയത് കാരണം 2 സ്ഥാനം മാറ്റി ഒരു വരയിട്ടു. അതിനെ 2 സെക്ഷൻ ആക്കി. ഈ 36ന് താഴെ വരുന്ന സ്ക്വയർ ഏതാണ്? 36ന് താഴെ വരുന്നത് 6ന്റെ സ്ക്വയർ ആയ 38ന് താഴെ വരുന്നത് 36ന്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറയുന്ന സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അത് 6ന്റെയാണ്. 38നോട് നിയറസ്റ്റ് അല്ലെ താഴെ വരുന്നത് ഒന്നെങ്കിൽ 38 തന്നെ ആകാം, അല്ല താഴെ വരുന്നത് എന്ന് പറയുന്നത് 36 ആണ്. അതെന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, 6ന്റെ സ്ക്വയർ ആണല്ലോ 36. 7 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 49 ആയി പോകത്തില്ലേ? അതായത് 38നേക്കാളും മുകളിലായി പോകും. അതുകൊണ്ട് നമ്മൾ 6 എന്ന് എഴുതി. നമ്മുടെ ആദ്യത്തെ ഡിജിറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ സെക്ഷന്റെ ലാസ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മൾ നോക്കി. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന 2 കേസുകളുണ്ട്. ഇതാ ഇങ്ങോട്ട് നോക്ക്. ഒന്നെങ്കിൽ നമ്പര് 2 വരാം, അല്ലെങ്കിൽ 4 വരാം. അതായത് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 62 ആയിരിക്കും, അല്ലെങ്കിൽ 64 ആയിരിക്കും. അതിന് നമ്മൾ റാൻഡമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. 62 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. 22 4 12 24 37 വരെ വന്നിട്ടുള്ളൂ. സോറി 12 12 സോറി 4 12 12 24ന് 4 ക്യാരി നമ്മൾ എഴുതി വെച്ച് 2 36 37 38. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 62ന്റെ സ്ക്വയർ ആണ് ഇത്. എക്സാമുകൾക്ക് ഒരിക്കലും ഡെസിമൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. എക്സാമുകൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കില്ല. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. ബാങ്ക് എക്സാമിന് ഒട്ടും ചോദിക്കില്ല. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും പോയിന്റ് അല്ലെ ഡെസിമൽ വരുന്ന അല്ലെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സ്ക്വയറുകൾ ചോദിക്കില്ല. കൃത്യമായ സ്ക്വയർ റൂട്ട് കിട്ടുന്ന ചോദ്യങ്ങളെ ചോദിക്കൂ. ഇന്ന് വരെ അങ്ങനെ ചോദിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ്, ഈ ഒരു കോളം ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു കോളം എപ്പോഴും സൈഡിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കോളം നിങ്ങൾ എഴുതി എടുത്തിരിക്കണം. ഈ സൈഡ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. ഇത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചാണ് നമ്മൾ ഈ നമ്പർ കണ്ടെത്തുന്നത്. ഏത് നമ്പർ ആണ് അവിടെ വരുന്നത് എന്ന് കണ്ടെത്തുന്നത്. ഈ കോളം ഒന്ന് എഴുതി വെക്കുക. ഞാൻ ഒന്നും കൂടി ഈ കോളം വേണം എഴുതി തരാം. ഓക്കെ, സൈഡിൽ ഒന്നും കൂടി കോളം എഴുതി തരുവാണെങ്കിൽ നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കാം. 1ന്റേത് 1, 2ന്റേത് 4, 3യുടേത് 9, 4ന്റേത് 6, 5ന്റേത് 5, 6ന്റേത് 6, 7ന്റേത് 9, 8ന്റേത് 4, 9ന്റേത് 1, 0യുടേത് 0. ഓക്കെ, ഈ ടേബിള് ബൈഹാർട്ട് ചെയ്ത് തന്നെ വെച്ചിരിക്കുക. ഇനി കുറച്ച് കണക്കുകൾ ഞാൻ ഇടാൻ പോവാണ്. നിങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ചെയ്യാം. എനിവേ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. 1681 ഒരു ചോദ്യമാണ്. 1681 ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യാം, കിട്ടുന്നുണ്ടോ എന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ വലതുവശത്തുനിന്ന് 2 സ്ഥാനം സ്ക്വയർ ആയത് കാരണം 2 സ്ഥാനം മാറ്റി 2 സെക്ഷൻ ആക്കി. എന്നിട്ട് ആദ്യത്തെ സെക്ഷൻ 16 ആണ്. 16 എന്ന് പറയുന്നത് 5 എടുത്തു കഴിഞ്ഞാൽ 25 ആയി പോകും, 3 എടുത്തു കഴിഞ്ഞാൽ 9 ആയി പോകും, 4 എടുത്തു കഴിഞ്ഞാൽ 16 ആണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷനിലെ ഉത്തരം 4 ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ ആ 16 എന്ന് പറഞ്ഞ സെയിം നമ്പർ അല്ലെ അതിനോട് താഴെ വരുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ ആണോ അതാണ് കണ്ടെത്തേണ്ടത്.
ഇവിടെ ഇപ്പം 4 ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റിലേക്ക് വരിക. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ലാസ്റ്റ് ഡിജിറ്റ് 1 വരാൻ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ 9 വരാം, അല്ലെങ്കിൽ 1 വരാം. അതായത് ഒന്നെങ്കിൽ 41 എന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ 49 എന്ന് പറഞ്ഞു വരാം. അല്ലേ? ജസ്റ്റ് ട്രയൽ ആൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. 41ന്റെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 1, 8, 16. ഓക്കെ, ഉത്തരം കിട്ടിയല്ലോ. 41. ഓക്കെ, അടുത്തൊരു കണക്ക് കൂടി ഞാൻ ഇട്ട് തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടു 704. ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ നോക്കിക്കേ, ഇതേ മെത്തേഡ് ഉപയോഗിച്ച്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. 2 ആയിട്ട്, അതായത് വലതുവശത്തു നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് 2 ഇത് മാറ്റി 2 സെക്ഷൻ ആക്കി. ഇനി 27 താഴെ വരുന്ന സ്ക്വയർ ഏത് നമ്പറിന്റെ ആണ് എന്ന് നോക്കുക. 27 താഴെ വരുന്ന സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25 ആണ്, 6ന്റെ സ്ക്വയർ 36 ആയി പോകും. അപ്പം 25 ആണ് ഇതിന് താഴെ വരുന്നത്. അപ്പം 5 എന്ന് എഴുതി. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന അവസ്ഥകൾ ഇതാ, ഇവിടെയും 4 വരാം, ഇവിടെയും 4 ഉണ്ട്. അതായത് ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 52 അല്ലെങ്കിൽ 58. ട്രയൽ മെത്തേഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക. 2 ഉപയോഗിക്കുമ്പോൾ തന്നെ 4, 19, 20, 0 ശിഷ്ടം 2, 26, 27. ഓക്കെ, ഇത് തന്നെ നമ്പർ. ഇതിന് ഉത്തരം 52. ഓക്കെ, വളരെ ഈസി ആയിട്ട് കിട്ടത്തില്ല. ഇത്രയും വലിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് സ്ക്വയർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു മെത്തേഡാണ് 52. ഓക്കെ, വളരെ ഈസി ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലൂടെ ഇത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 മിനിറ്റ് എങ്കിലും എടുക്കും. ഏറ്റവും കുറഞ്ഞത് 1.5 മിനിറ്റിൽ, എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്താലും 1.5 മിനിറ്റ് എങ്കിലും എടുക്കും. അതൊരിക്കലും ഒരു ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് സാധിക്കത്തില്ല. അടുത്ത ഒരു നമ്പർ ഞാൻ ഇട്ട് തരാം. അടുത്ത 3ാമത്തെ നമ്പർ 6724 6724. 6724 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുക. ട്രൈ ചെയ്യുക. കിട്ടുന്നുണ്ടോ? 6724ന്റെ വലതുവശത്തു നിന്ന് 2 സ്ഥാനം മാറ്റി ഒരു വരയിടുക. അല്ലെ, 2 സെക്ഷൻ ആകും അപ്പോൾ. അല്ലെ, 2 സെക്ഷൻ ആകും അപ്പോൾ. രണ്ട് സെക്ഷനായി. എന്നിട്ട് ഈ 67 താഴെ വരുന്ന സ്ക്വയർ ഏതിന്റെയാണെന്ന് കണ്ടുവെക്കുക. 8ന്റെ വരുമ്പം എന്നിട്ട് 64, 9ന്റെ വരുമ്പോ 81 ആയി പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ 8 ആണെന്ന് നമുക്കറിയാം.
പിന്നെ ഈ രണ്ടാമത്തെ സെക്ഷനിലെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. എന്താ 4 വരുമ്പോൾ വരാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 8 അല്ലേ? അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഉത്തരം 82 ആയിരിക്കും അല്ലെങ്കിൽ 88 ആയിരിക്കും. ഓക്കെ, 82 ട്രൈ ചെയ്യുമ്പോൾ 4 2 7 6. ഓക്കെ, ഇന്ന് ഉത്തരം 82 ആണ്. മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് ഇടുവാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാം. മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായില്ല എങ്കിൽ ഇതിന്റെ സെക്ഷന് താഴെ കമന്റ് ചെയ്താലും മതി. ഓക്കെ, അല്ല ക്ലാരിഫിക്കേഷൻ സെക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്. ഒന്നും കൂടി ഒരു നമ്പറും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒരു വലിയ നമ്പറും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഇനി വലിയൊരു നമ്പർ ചെയ്തു നോക്കാം. നാലാമത്തെ ചോദ്യമാണ്. ഈ നമ്പർ 1 4 6 4 1. ഇത്രയും വലിയൊരു നമ്പർ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലൂടെ ചെയ്യാൻ പോയാൽ ഒരുപാട് ടൈം എടുക്കും. അതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സ്ഥാനം, അതായത് 1ഉം 4ഉം മാറ്റി 2 സെക്ഷൻ ആക്കി. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 146 എന്ന് പറഞ്ഞ ഓളായിട്ട് എടുത്തു. 146 താഴെ വരുന്ന നമ്പർ ഏതാണ്? 13 എടുത്തു കഴിഞ്ഞാൽ എത്ര പോകും? 13 എടുത്തു കഴിഞ്ഞാൽ എത്ര പോകും? 13 എടുത്തു കഴിഞ്ഞാൽ 169 ആണ്. 12 എടുത്തു കഴിഞ്ഞാൽ 144 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ താഴെയുള്ള സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആയ 144 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 12 എന്ന് എഴുതി. 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ഇതിൽ 4ന് വലിയ പ്രസക്തി ഇല്ല. 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 1 വരുമ്പോൾ വരാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? ലാസ്റ്റ് ഡിജിറ്റ് 1 വരുമ്പോൾ വരാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 1ഉം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന 1 ഉണ്ട് 9. അതായത് ഒന്നെങ്കിൽ ഇവിടെ 1 വരാം അല്ലെങ്കിൽ 9 വരാം. അതായത് ഒന്നെങ്കിൽ 121 ആയിരിക്കും അല്ലെങ്കിൽ 129 ആയിരിക്കും. നമ്മുടെ ട്രയൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 121 ആണ്. അതായത് 121 ഇൻറ്റു 121 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും ആ മെത്തേഡ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതായാലും ഇവിടെ ഇടുവാണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, 441 നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബൈഹാർട്ട് ചെയ്തത് ഒന്ന് ചെയ്ത് നോക്കിക്കോളുക, കിട്ടുന്നുണ്ടോ എന്ന്. 9025 7744 841 5 എന്ന് പറയുമ്പോൾ 5 4 7 6 6 എന്ന് പറയുന്നത് 3969 ആണ്. ഓക്കെ, 961 8 എന്ന് പറയുന്നത് 1024. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. 441. ഓക്കെ, 441ന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാതെ പഠിച്ചിരുന്നെങ്കിൽ അറിയാം 441 എത്രയാണ്, 21ന്റെ ആണ് എന്നുള്ളത്. കാണാതെ പഠിച്ചില്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. എനിവേ 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകൾ കാണാതെ പഠിച്ചിരിക്കണം. ഒരിക്കൽ കൂടി ഈ നമ്പർ ചെയ്യുകയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. ഈ നമ്പർ എടുത്തു, 2 സ്ഥാനം മാറ്റി തൊട്ട് 2 സെക്ഷൻ ആക്കി. ഈ 10ന് താഴെ വരുന്ന സ്ക്വയർ
ഏത് നമ്പറിന്റെ ആണ്? 3ന്റെ ആണ്. 3ന്റെ വരുമ്പോൾ 9 വരത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4 ലാസ്റ്റ് നമ്പർ വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്പർ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 8 ആയിരിക്കണം. നമ്മുടെ ട്രയൽ മെത്തേഡ് വെച്ച് അതായത് 32 into 32 അല്ലെങ്കിൽ 38 into 38 ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെത് 32 ആണ് എന്ന്. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഒന്ന് എഴുതിയെടുത്തേ പെട്ടെന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി ചെയ്യാനൊന്ന് ട്രൈ ചെയ്തേ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാം. ഓക്കെ, എഴുതിയെടുത്തില്ലേ? നമുക്കിനി നമുക്ക് പഠിക്കേണ്ടതാണ് ക്യൂബ്. ക്യൂബിനെ കുറിച്ച് പഠിക്കണ്ടേ? ക്യൂബിനെ കുറിച്ച് ഇതുപോലെ തന്നെയാണ്. ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കണം. എന്താണ് ഏതൊരു വ്യക്തി അറിഞ്ഞിരിക്കണം? 1 മുതൽ 15 വരെ. ക്യൂബ് 1 മുതൽ 15 വരെയെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, 1 മുതൽ 15 വരെയുള്ള നമ്പറുകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്തിരിക്കണം. 1 മുതൽ 15 വരെയുള്ള ക്യൂബുകളുടെ നമ്പറുകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഇത് മിനിമം ഒരു റിക്വയർമെന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും, അത് ഏത് എക്സാം ആണെങ്കിലും, ബാങ്ക് എക്സാം ആണെങ്കിലും അല്ലെങ്കിലും ഇനി ഏത് എക്സാം ആണെങ്കിലും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. 1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ക്യൂബ് എന്ന് പറയുന്നത് 2 into 2 into 2 എന്നാണ്. ഓക്കെ, 2 into 2 into 2 എന്നാണ്. അതാണ് ക്യൂബ്. നിങ്ങൾക്ക് അറിയാം, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. നിങ്ങൾ തന്നെ ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. 8ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്. 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. 12ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ്. 13ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 2197 ആണ്. 14ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 2744 ആണ്. 15ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 3375 ആണ്. ഓക്കെ, ഇത്രയും ക്യൂബുകളെങ്കിലും ബൈഹാർട്ട് ചെയ്തു വെച്ചിരിക്കണം. 1 മുതൽ 15 വരെയുള്ള ക്യൂബുകൾ. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം എക്സാമുകൾക്ക്. ക്യൂബ് റൂട്ട് ഓഫ് 3375 എത്രയാണ്? 15 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 മുതൽ 15 വരെയുള്ള നമ്പറുകളുടെ ക്യൂബുകൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. 1 മുതൽ 15 വരെയുള്ള ക്യൂബുകളുടെ നമ്പറുകളുടെ ക്യൂബുകൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊന്ന് എഴുതിയെടുക്കുക, ബൈഹാർട്ട് ചെയ്യുക. സ്ക്വയറിൻ്റെത് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് 1 മുതൽ 30 വരെ. ക്യൂബിൻ്റെതുമായി 1 മുതൽ 15 വരെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്കുക. 1ന്റെ 1, 2ന്റെ 8, 3ന്റെ 27, 4ന്റെ 64, 5ന്റെ 125, 6ന്റെ 216, 7ന്റെ 343, 8ന്റെ 512, 9ന്റെ 729, 10ന്റെ 1000,
11ന്റെ 1331, 12ന്റെ 1728, 13ന്റെ 2197, 14ന്റെ 2744, 15ന്റെ 3375. ഓക്കെ, ഇത്രയും ക്യൂബുകൾ ബൈഹാർട്ട് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ക്യൂബ് നേരത്തെ സ്ക്വയർ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കാമെന്ന് ഒന്ന് നോക്കണ്ടേ? കാരണം വലിയ ഫിഗേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പഠിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മളൊരു ടേബിൾ, നേരത്തെ പോലെ തന്നെ ഒരു ടേബിൾ നോക്കുക. 1 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 2 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 3 എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. എങ്ങനെ വന്നതെന്ന് അറിയില്ല. 3ന്റെ 27 ആണ്, അതിന്റെ 7 മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 4 എന്ന് പറയുമ്പോഴത്തേക്ക് 64 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 5 എന്ന് പറയുമ്പോൾ 125 ആണ്, അതിൽ 5 മാത്രമേ എടുത്തിട്ടുള്ളൂ. 12 നമുക്ക് വേണ്ട, ലാസ്റ്റ് ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്, 5 എടുത്തു. 6 എന്ന് പറയുമ്പോൾ 6 തന്നെ. 7 എന്ന് പറയുമ്പോൾ 343 ആയിരുന്നു, അതിന്റെ 3. 8 എന്ന് പറയുമ്പോൾ 512 ആണ്, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2. 9 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 729 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 9 തന്നെ. 0 വരുമ്പോൾ 0 തന്നെ. ഓക്കെ, ഈ ടേബിൾ നേരത്തെ അതേ ടേബിൾ പോലെ തന്നെയാണ്. ഒന്ന് ബൈഹാർട്ട് ചെയ്തേക്കുക. ഇത് ലാസ്റ്റ് ഡിജിറ്റ്, ഇത് നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഒരു ചോദ്യം ഞാൻ എഴുതാം. 3375. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഇച്ചിരി വലിയ നമ്പർ ആണ്, നമുക്ക് കാണാതറിയാമെങ്കിൽ എഴുതാം. 15ന്റെ ആണ്, കാണാതറിയാമെങ്കിൽ എഴുതാം. ഇത് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് നേരത്തെ സ്ക്വയർ ചെയ്ത പോലെ തന്നെ വലതുവശത്ത് നിന്ന് 2 അല്ല 3 സ്ഥാനം മാറ്റി. ക്യൂബ് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് കണ്ടോ? 3 സ്ഥാനം മാറ്റി വരയ്ക്കുക. സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ ക്യൂബ് വളരെ ഈസിയാണ്. 3 സ്ഥാനം മാറ്റി വരയ്ക്കുക, അല്ലെങ്കിൽ 3 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഈ 3ന് താഴോട്ട് വരുന്ന ഏത് ക്യൂബിന്റെ നമ്പർ ആണ് എന്ന് കണ്ടുപിടിക്കുക. 2 വന്നു കഴിഞ്ഞാൽ 8 ആയി പോകും. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, 8 എന്ന് പറയുന്നത് 3നേക്കാളും വലുതാണ്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ 1 എഴുതി. ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 5 ആണ്. 5 വരുമ്പോൾ എത്ര ആയിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 5 വരുമ്പോൾ നമ്പർ 5 തന്നെയാണ്, അതുകൊണ്ട് തന്നെ 5. അതായത് 15ന്റെ ക്യൂബ് ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? സ്ക്വയറിനെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ക്യൂബിനെ സ്ക്വയറിനെ അപേക്ഷിച്ച്. ഓക്കെ, 15 ആണ് നമ്പർ. അടുത്തൊരു ഫിഗർ കൂടി നമുക്ക് നോക്കാം. അടുത്ത നമ്പർ ആണ് 13,2,6,5,1. ഇത്രയും വലിയ നമ്പേഴ്സിന്റെ ഒക്കെ ക്യൂബ് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യൂബുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സ്ഥാനം വലതുവശത്ത് നിന്ന് ഇവിടുന്ന് വേണം തുടങ്ങാൻ. ഈ സ്ഥലത്തു നിന്ന് വേണം, അല്ലാതെ ഇവിടുന്നല്ല 3 കൗണ്ട് ചെയ്യേണ്ടത്. ഈ പ്ലേസിൽ നിന്ന് വേണം. 1, 2, 3. 3 സ്ഥാനം കഴിഞ്ഞ് ക്യൂബ് ആയതുകൊണ്ട് 3 സ്ഥാനം. സ്ക്വയർ ആയിരുന്നെങ്കിൽ 2 ഉണ്ടായിരുന്നുള്ളൂ. ഒരു വര വരച്ചു, അതായത് 2 സെക്ഷൻ ആക്കി. എന്നിട്ട് 132 എന്നൊന്ന് കൺസിഡർ ചെയ്തു. ഇല്ലേ, 132. 5ന്റെ ക്യൂബ് എത്ര ആണ്? 125 ആണ്. 6ന്റെ ക്യൂബ് എത്ര ആണ്? 216 ആണ് അല്ലേ? അപ്പം 5 എടുത്തു കഴിഞ്ഞാൽ 125 ആയി. 132നേക്കാളും താഴെയാണ്. 6 എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 5 ആണ്.
പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് പിന്നെ ഇവിടെ കൺസിഡർ ചെയ്യുക. ഇവിടെ 65 എന്ന് പറയുന്ന ഫിഗർ അല്ലെ ആ നമ്പർ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. 1 ആണ്. ഇതാ ഇവിടെ നോക്ക്, ലാസ്റ്റ് ഡിജിറ്റ് 1 ആകുമ്പോൾ നമ്പർ 1 തന്നെ ആയിരിക്കും, അതായത് 1. ആൻസർ എന്ന് പറയുന്നത് 51 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 51 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ടേബിൾ എഴുതിയെടുത്തോ. ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. അടുത്തൊരു ചോദ്യം കൂടി ഞാൻ തരാം. എത്ര വലിയ ഫിഗർ ആണെങ്കിലും നമുക്ക് ചോദ്യം എഴുതിക്കണം. 2, 3, 8, 3, 3, 2, 3, 8, 8. ഓക്കെ, ഇത് ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ ചോദ്യമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ മെത്തേഡിലൂടെ കണ്ട് പിടിക്കാം. ഇതിന്റെ ഒന്നും ചെയ്യാൻ നോക്കിക്കേ. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതിട്ട് ഇതാ 2, 3, 8, 3, 2, 8. നേരത്തെ ടേബിൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, അല്ലെ എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കണം. ഒന്ന് ട്രൈ ചെയ്തേ, കിട്ടുമെന്ന്. ഞാൻ വെയിറ്റ് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യും. വലതുവശത്ത് നിന്ന് 3 സ്ഥാനം മാറ്റി വരച്ചു. എന്നിട്ട് 238 എന്ന് പറയുന്ന നമ്പറിന്റെ താഴെയുള്ള സ്ക്വയറിന്റെ നമ്പർ കണ്ടുപിടിച്ചു. അല്ലെ, 6ന്റെ എടുക്കുമ്പോൾ 216. അതാണ് നമ്മൾ 15 വരെയുള്ള നമ്പറുകൾ പഠിക്കുകയും ചെയ്യുന്നത്. അല്ലെ, 7ന്റെ എടുക്കുമ്പോൾ 343 ആയി പോകും. ഇല്ലേ? അപ്പൊ 6 ഇവിടുത്തെ നമ്പർ എന്ന് നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 8 വരണമെങ്കിൽ നമ്പർ 2 ആയിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 62 ആണ്. 62 ആണ്. അതായത് 62ന്റെ ക്യൂബ് ആണ് 2, 3, 8, 3, 2, 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വലിയ കണക്കുകൾ പോലും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ? ക്യൂബ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതായാലും ഇട്ട് തരാം, ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ ക്യൂബ് വളരെ എളുപ്പം തന്നെയാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. 6, 8, 9, 2, 1. ഇതിന്റെ എല്ലാം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനാണ് കേട്ടോ, അല്ല സ്ക്വയർ കണ്ടുപിടിക്കാനൊന്നും അല്ല. രണ്ടാമത്തെ ചോദ്യം 1, 8, 5, 1, 9, 3. മൂന്നാമത്തെ ചോദ്യം ഇത്രയും വലിയ ഫിഗേഴ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്താണെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെ ചിലപ്പോൾ വരാം. ഇനിയിപ്പോ മെത്തേഡ് ഇത് തന്നെയാണ്. ഏഴ്, 5, 3, 5, 1. അഞ്ചാമത്തെ ചോദ്യം 10, 6, 4, 8. ഓക്കെ, ഇനി
ആറാമത്തെ ചോദ്യം 300763 എന്ന് പറയുന്നു 2971. ഇത്രയും നമ്പേഴ്സിന്റെ ക്യൂബ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റും ചെയ്യാനായിട്ട്. 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് കണ്ട് ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് വലിയ ഫിഗേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇനി ഇതേ മിനിമം ഇത്രയെങ്കിലും നോക്കുക. ഈ 7 ചോദ്യമെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ഇത് ചെയ്യാൻ. പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തോണ്ടോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഏത് രീതിയിലെങ്കിലും ഇത്രയും ചോദ്യത്തിന്റെ എങ്കിലും ഇപ്പോൾ തന്നെ ക്യൂബ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇന്ന് തന്നെ സ്ക്വയറുകൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് ബാങ്ക് എക്സാമിനൊന്നും മാത്രമല്ല, ഏത് എക്സാമിനാണെങ്കിലും, ഈവൻ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിൽ പോലും സ്ക്വയറിന്റെയും ക്യൂബിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പം സ്ക്വയർ ക്യൂബ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിനിമം ഒരു റിക്വയർമെന്റ് ആണ്. കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് മാറി മറ്റൊരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എഴുതണ്ടേ, അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ ടൈം കുറവാണ്, ടൈം തീരെ കുറവാണ്. ആ ഒരു ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻ നോക്കുകയോ ഏതെങ്കിലും ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു ഇല്ലേ? 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷനകത്ത് നമുക്ക് പഠിക്കേണ്ടത് 4 ഡിജിറ്റിന്റെയാണ്. ഈ 4 ഡിജിറ്റിന്റെ പഠിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിജിറ്റും 2 ഡിജിറ്റും ഒക്കെ വളരെ ഈസി ആയിട്ട് മാറും, വളരെ ഈസി ആയിട്ട്. ഇത് ഇച്ചിരി ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധിക്കുന്ന ഒന്നാണ്. ഇത്തിരി ഏറെ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഇത്തിരി ഏറെ ടൈം എടുത്ത്. ഇതിന്റെ നേരത്തെ 2 ഡിജിറ്റും 3 ഡിജിറ്റും ചെയ്തതുപോലെ തന്നെയാണ്, കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോ 4 ഡിജിറ്റ് പാടാണെങ്കിൽ 3 ഡിജിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. 4 ഡിജിറ്റ് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റുമോ. അധികം സ്ട്രെയിൻ എടുത്ത് ചെയ്യണമെന്നില്ല, പക്ഷെ ഇത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. ഒരു നമ്പറെ ഞാൻ കാണിക്കുന്നുള്ളൂ. 4 3 2 5 3 2 1 6. ഓക്കെ, ഈ നമ്പർ 4 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഈ ചോദിച്ചിരിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഈ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ. ആദ്യം ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഈ 6ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 6ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 അല്ലേ? അടുത്തത് രണ്ടാമത്തേത് ഈ 6ൽ നിന്ന് 2ലേക്കും 1ൽ നിന്ന് 5ലേക്കും പോയി കൂട്ടുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 6 × 5 ഇതെന്ന് പറയുന്നത് 30 അല്ലെ? അതിൽ 0 നമ്മൾ എഴുതി, 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആയിട്ട് എഴുതി വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 × 2 1 × 5 അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 × 2 പ്ലസ് 1 × 5 പ്ലസ് 3 റിമൈൻഡർ. അത് എത്രയാണ് ഉത്തരം? 12 × 5 ഓക്കെ 20. ഓക്കെ, അതിന്റെ 0 നമ്മൾ എടുത്ത് എഴുതി, 2 എന്ന് പറയുന്നത് റിമൈൻഡർ ആയിട്ട് എഴുതി വെച്ചു. ഈ 3 നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വെട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 3 ഡിജിറ്റ് ചെയ്തതുപോലെ തന്നെ ഈ 6ൽ നിന്ന് 3ലേക്കും ഈ 2ൽ നിന്ന് 5ലേക്കും
ഈ 1 ൽ നിന്ന് 2ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുക. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് അതേപോലത്തെ തന്നെ സ്റ്റെപ്പ് 6 × 3 പ്ലസ് 2 × 5 പ്ലസ് 1 × 2 പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള ഈ രണ്ടും കൂടി കൂട്ടുക. അപ്പൊ 2 എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. 18 18ഉം 10ഉം 28 28ഉം 2ഉം 28ഉം 2ഉം 18 18ഉം 10ഉം 28 28ഉം 2ഉം 30 30ഉം 2ഉം 32. അതിൽ 2 മാത്രം നമ്മൾ എഴുതുക, 3 റിമൈൻഡർ എഴുതുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 4 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ഈ 6 ൽ നിന്ന് 4ലേക്ക് പോവുക, 3ൽ നിന്ന് 5ലേക്ക് പോവുക, പിന്നെ പോകേണ്ടത് ഈ 1ൽ നിന്ന് 3ലേക്ക് പോവുക, 2ൽ നിന്ന് 2ലേക്ക് പോവുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. ഇത്തിരി ലെങ്തി സ്റ്റെപ്പ് ആണല്ലേ, അതാണ് ഇതിനകത്ത് ഏറ്റവും ലെങ്തി സ്റ്റെപ്പ്. എഴുതി കാണിക്കുന്നേ ഉള്ളൂ. 6 × 4 പ്ലസ് 3 × 5 പ്ലസ് 1 × 3 പ്ലസ് 2 × 2 പ്ലസ് പിന്നെ റിമൈൻഡർ എത്രയായിരുന്നു? 3 24 എത്ര? ഇവിടെ 24 24 24 15 39 39 39 3 42 42 4 46 3 49 അല്ലേ? അതിൽ 9 എഴുതുക, റിമൈൻഡർ ആയിട്ട് 4ഉം എഴുതുക. ഈ 3 വെട്ടിക്കളയുക അല്ലേ? ഇനി അടുത്തത് തുടങ്ങേണ്ടത് ഈ 1ൽ നിന്നായിരിക്കണം. ഈ 1ൽ നിന്ന് തുടങ്ങണം. 1ൽ നിന്ന് 4ലേക്കും ഈ 3ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും ആയിരിക്കണം. അതായത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 × 4 പ്ലസ് 3 × 2 പ്ലസ് 2 × 3 എന്നായിരിക്കണം. പ്ലസ് അതിന്റെ റിമൈൻഡർ ആയ 4ഉം. അപ്പൊ 6 4 10 10 6 16 16 4 20 20 0 എഴുതുക, വെട്ടുക, 2 റിമൈൻഡർ എഴുതുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2ൽ നിന്ന് തുടങ്ങി 4ലേക്കും ഈ 3ൽ നിന്ന് തുടങ്ങി ഈ 3ലേക്കും. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 × 4 പ്ലസ് 3 × 3 പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള 2. 8 8 2 10 19 എന്ന് വരും അല്ലെ? അതിൽ 9 എഴുതുക, 9 എഴുതുക, ഈ റിമൈൻഡർ വെട്ടുക, 1 അടുത്ത റിമൈൻഡർ. അടുത്ത സ്റ്റെപ്പിൽ ഈ 3ഉം 4ഉം കൂടി ചെയ്യുക. അതായത് ഏഴാമത്തെ സ്റ്റെപ്പ് 3 × 4 പ്ലസ് 1 റിമൈൻഡർ അല്ലെ? 3 × 4 പ്ലസ് 1 റിമൈൻഡർ. അപ്പൊ അതിനുത്തരം 13 ആണ്. ലാസ്റ്റ്
ഫിഗറിലെ അത് അതുപോലെ എഴുതുക. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അധികം ക്വസ്റ്റ്യൻസിലേക്ക് ഇതിന്റെ പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. 7 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ റാൻഡം ആയിട്ട് കുറച്ച് ഡിജിറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് നമ്പേഴ്സ് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പറും 3 ഡിജിറ്റ് നമ്പറും ഒക്കെ ഈസി ആയിട്ട് ലഭ്യമായി തുടങ്ങും, അല്ലെ ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര മാത്രം ഫാസ്റ്റ് ആയിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ 4 ഡിജിറ്റ് നമ്പർ ഞാൻ ഇന്ന് ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. നാളെ ഒന്നുകൂടി ഒന്ന് കാണിക്കാം, അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഇനി 2 ഡിജിറ്റ് നമ്പറും 3 ഡിജിറ്റ് നമ്പറും സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അടുത്ത ഒരു 2-3 ക്ലാസ്സും കൂടി കൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്യൂയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാം. ഇന്നത്തെ ക്ലാസ് ഒരുപാട് ബെനിഫിറ്റിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏത് എക്സാമിനാണെങ്കിലും സ്ക്വയറും ക്യൂബും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.